ഒരു സുവിശേഷകൻ ദൈവസഭയെ എപ്രകാരം നയിക്കുന്നുവെന്നും അവിടെയുള്ളതായ പ്രശ്നങ്ങളെ എപ്രകാരം കൈകാര്യം ചെയ്യാമെന്നും ഇന്നും ആധുനിക ലോകത്തിനും മാതൃകപരമായി എഴുതപ്പെട്ടതായ 2 ലേഖനങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1ഉം 2ഉം ലേഖനങ്ങൾ. ഞങ്ങളോടൊപ്പം പഠിക്കുവാൻ നിങ്ങളെ ഏവരെയും ക്രിസ്തുയേശുവിൽ സ്വാഗതം ചെയ്യും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ച് തുടങ്ങുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1ഉം 2ഉം ലേഖനങ്ങളെ ആധാരമാക്കിയാണ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് 1ാമത്തെ പാഠമാണ്. അപ്പോസ്തലനായ പൗലൂസിൻ്റെ കൊരിന്ത്യയിലെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുവാൻ തക്കവണ്ണം പോകുന്നത്. ഈ ചർച്ചയ്ക്ക് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ ഏവരെയും ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ മഹേഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ഈ ചർച്ചയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. അതുപോലെ പാസ്റ്റർ സന്തോഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ക്വാർട്ടറിൽ നാം പഠിക്കാൻ പോകുന്നത് അപ്പോസ്തലനായ പൗലൂസിൻ്റെ ശുശ്രൂഷയെയും അപ്പോസ്തലനായ പൗലൂസ് നേരിട്ടതായ പ്രതിബന്ധങ്ങളെയും കുറിച്ചാണ്. പ്രത്യേകിച്ച് ഇന്ന് നാം പഠിക്കുന്നത് അപ്പോസ്തലനായ പൗലൂസ് ശുശ്രൂഷയ്ക്ക് കടന്നു വരാനുള്ളതായ കാര്യകാരണങ്ങൾ, പ്രത്യേകിച്ച് ജാതികളിലേക്ക് സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം എപ്രകാരമാണ് പൗലൂസിനെ കർത്താവ് യേശു ക്രിസ്തു വിളിച്ചത് എന്നും എങ്ങനെയാണ് അപ്പോസ്തലനായ പൗലൂസിന് ഈ ശുഷ്കാന്തിയോടുകൂടെ വചനം സംസാരിക്കുവാനുള്ളതായ ശക്തി ലഭിച്ചത് എന്നുമൊക്കെ ഇന്നത്തെ ഈ ആഴ്ചത്തെ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കും. പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലൂസ് ജാതികളിലേക്ക് സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം ഇറങ്ങിച്ചെന്നതിൻ്റെ കാര്യകാരണങ്ങൾ ഈ ക്വാർട്ടറിൽ നാം പഠിക്കും. മാത്രവുമല്ല അപ്പോസ്തലനായ പൗലൂസിൻ്റെ വ്യക്തിപരമായ ജീവിത അനുഭവങ്ങൾ ഈ കൊരിന്ത്യ ലേഖനത്തിലൂടെ നമ്മെ എഴുതി അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 9-10 വാക്യങ്ങളാണ്. അതിപ്രകാരം പറയുന്നു: രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലൂസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനം ഉണ്ട് എന്ന് അരുളി ചെയ്തു. പാസ്റ്റർ മഹേഷ്, അപ്പോസ്തലനായ പൗലൂസ് അനേക ഇടങ്ങളിൽ സുവിശേഷം അറിയിച്ചു, കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിച്ചു. ഇതൊക്കെ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് അറിയാവുന്നതായ കാര്യമാണ്. എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലൂസ് എപ്പോഴും താൻ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാണ് എന്ന് ആവർത്തിച്ച് പറയുവാൻ തക്കവണ്ണം കാരണമായി തീരുന്നത്? ഇവിടെ അപ്പോസ്തലനായ പൗലൂസ് ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലൂസ് തന്നെ പറയുന്നു, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ദൈവം എന്നെ തിരഞ്ഞെടുത്ത ഒരു അപ്പോസ്തലനാണ് താനും എന്ന് അപ്പോസ്തലനായ പൗലൂസ് ഉറച്ച് വിശ്വസിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ അപ്പോസ്തലനായ പൗലൂസിൻ്റെ ജീവിതത്തിൽ അതുപോലെ പൗലൂസ് അപ്പോസ്തലൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്: ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ കണ്ടിട്ടില്ലയോ. അപ്പോൾ ഒരു തലത്തിൽ പൗലൂസ് അപ്പോസ്തലൻ മറ്റൊരു രീതിയിലുള്ള ജീവിതം നയിച്ചിരുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധ ചെലുത്തിയിരുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം താൻ വിശ്വസിക്കുന്നതായിട്ടുള്ള കാര്യം ശക്തമായി വിശ്വസിച്ച് പോകുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തോറയെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചിരുന്ന യഹൂദ പാരമ്പര്യത്തിൽ വിശ്വസിച്ചിരുന്ന പൗലൂസ് അപ്പോസ്തലൻ അന്നുവരെയും ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു സാഹചര്യം എത്തിയപ്പോൾ ദൈവം പൗലൂസ് അപ്പോസ്തലനെ വിളിച്ചു, ശൗലിൽ നിന്നും പൗലൂസാക്കി മാറ്റി. ആ സമയം മുതൽ പൗലൂസ് അപ്പോസ്തലൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിലെ ദൈവത്തെ താൻ കണ്ടു, ആ ശോഭ തനിക്ക് സഹിക്കുവാൻ അസഹനീയമായിരുന്നു. എന്നാൽ അതിനുശേഷം ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് താനെന്ന് പൂർണ്ണമായിട്ടും പൗലൂസ് അപ്പോസ്തലൻ വിശ്വസിച്ചു. യിരെമ്യാ പ്രവചനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു എന്ന്. പൗലൂസ് അപ്പോസ്തലൻ ഈ വാക്യത്തെ ശക്തമായി വിശ്വസിക്കുകയും അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് പറയുകയും ചെയ്തു, ദൈവമാണ് തന്നെ തിരഞ്ഞെടുത്തത്, ദൈവം തിരഞ്ഞെടുത്ത ഒരു അപ്പോസ്തലനാണ് താൻ. അതുകൊണ്ട് തന്നെ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അത്രത്തോളം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൗത്യം കൃത്യതയോടെ ചെയ്യുന്ന തന്നെ ഈ കൊരിന്ത്യരിലെ ജനങ്ങൾ വിശ്വസിക്കണമെന്നും അതുപോലെ തന്നെ
തന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന കാര്യം അവർ അനുസരിച്ച് ദൈവഹിത പ്രകാരം ജീവിക്കണമെന്നും പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പ്രകാരം പറഞ്ഞത്. പാസ്റ്റർ സന്തോഷ്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അപ്പോസ്തലനായ പൗലോസ് പല ആവർത്തി തനിക്കുണ്ടായ ദർശനത്തെക്കുറിച്ച് പലരോടും പറയുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ തക്കോണം സാധിക്കും. അത് മിക്കവാറും എല്ലാ ലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് അത് ആവർത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് താൻ കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടതായ ആ അനുഭവം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ഏഥൻസിൽ നിന്ന് കൊരിന്ത്യരിലേക്ക് സുവിശേഷം പറയാൻ വരുമ്പോൾ ഈ കൊരിന്ത്യയിൽ നിലനിന്നിരുന്ന കുറേ മതാചാരങ്ങളും കുറേ വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കടന്ന് ഈ കൊരിന്ത്യയിലെ ജനങ്ങൾ പുനരുദ്ധാനത്തിൽ അവർ എന്ത് ചെയ്തില്ല, വിശ്വസിച്ചിരുന്നില്ല. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു എന്നും കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നും കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നും ആ ഒരു മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതൊരു കഥയല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് കുറച്ച് പേർക്ക് പ്രത്യക്ഷനായതിനെക്കുറിച്ച് പറയുകയാണ്. അവിടെ പറയുന്നത് പത്രോസിന് പ്രത്യക്ഷനായി, 12 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. ഈ 500-ലധികം പേര് പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം കൂടെ അവിടെ എന്ത് ചെയ്യുന്നു പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നൊരു ആശയം പറയുന്നതിന് വേണ്ടി കൂടിയാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ മഹേഷ്, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിൽ വരാനുള്ളതായ സംഭവം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ പൗലോസ് വിവരിച്ച് പറയുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് എവിടെ നിന്നാണ് കൊരിന്ത്യയിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് കൊരിന്ത്യയിലേക്ക് വരാൻ കാരണമായി തീർന്നത്? ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൽ പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ അഥേന എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്തായിരുന്നു. അവിടെ ആയിരിക്കുന്ന സമയത്ത് അവിടെ വിഗ്രഹങ്ങളെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ട് പൗലോസ് അപ്പോസ്തലന് ദേഷ്യം വരുന്നു. പൗലോസ് അപ്പോസ്തലൻ അവരോട് സംസാരിക്കുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ യഹൂദന്മാർ ചെവിക്കൊള്ളാതെ പോകുന്നു. യഹൂദന്മാർക്ക് പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവാനോ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനെ വിശ്വസിക്കുവാനോ സാധിക്കാതെ പോകുന്നു. അവർ പൗലോസ് അപ്പോസ്തലനുമായിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ യഹൂദന്മാരെ വിട്ടിട്ട് ജാതികളിലേക്ക് തിരിയുകയും കൊരിന്തിലെ ജനങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് നാം 18-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നതായിട്ട് നമുക്ക് വിവരിച്ച് പറയുന്നുണ്ട്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിൽ വന്നതായ സമയത്ത് അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം വിവരിച്ച് പറയുന്നു. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 5-ാം വാക്യം മുതൽ ഇപ്രകാരം പറയുന്നു: ശീലാസും തീമത്തിയോസും മെക്കദോനിയയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞ്, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു. ഈ ഒരു സംഭവം അപ്പോസ്തലനായ പൗലോസിൻ്റെ സുവിശേഷ വേലയിൽ പ്രകടമായ മാറ്റം വരികയും പ്രത്യേകിച്ച് ജാതികളുടെ അപ്പോസ്തലൻ എന്ന പൗലോസിന് നാമകരണം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു. പാസ്റ്റർ സന്തോഷ്, അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിൽ വന്നു, കൊരിന്തിൽ താമസിച്ചു. പൗലോസിൻ്റെ പ്രധാന കർത്തവ്യം എന്തായിരുന്നു? പ്രധാന കർത്തവ്യം സുവിശേഷം അറിയിക്കുക എന്നത് തന്നെയാണെങ്കിലും റോമ സാമ്രാജ്യത്തിൽ നിന്നും ക്ലൗഡിലിയസ് ചക്രവർത്തി പുറത്താക്കിയ ഒരു കുടുംബമുണ്ടായിരുന്നു, യഹൂദ കുടുംബമായ അക്വിലാസും പ്രിസ്കിലയും. അവരുടെ ഭവനത്തിൽ വന്ന് താമസിക്കുകയും ഏകദേശം 1.5 വർഷക്കാലമാണ്, 1 വർഷവും 6 മാസക്കാലവുമാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിൽ ചിലവഴിച്ചത്. ഈ കൊരിന്ത്യയിൽ ചിലവഴിക്കുമ്പോൾ കൂടാരപ്പണി ചെയ്തുകൊണ്ടും അതുപോലെ തൻ്റെ അഹോവൃത്തിക്കുള്ള കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ടും ആണ് അപ്പോസ്തലനായ പൗലോസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ശബത്തോറും സിനഗോഗ്സിൽ പോയിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ പ്രസ്താവിക്കുകയും ചെയ്തു. അവിടെ പൂർണ്ണമായിട്ടും ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപദേശിച്ചും പ്രാർത്ഥിച്ചും പ്രസംഗിച്ചും മറ്റുള്ളവരെ കർത്താവിൽ ബലപ്പെടുത്തിയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ടും ക്രിസ്തുവിനെ അവർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്നും ഒരു പുനരുദ്ധാനത്തെക്കുറിച്ച്
പഠിപ്പിച്ചുകൊണ്ടും സഭകൾ സ്ഥാപിച്ചുകൊണ്ടും സഭകളെ ശക്തിപ്പെടുത്തിക്കൊണ്ടുമാണ് അപ്പോസ്തലനായ പൗലോസ് ആ സ്ഥലത്ത് നിന്നിരുന്നത്. പാസ്റ്റർ മഹേഷ്, അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിൽ വന്നു, കൊരിന്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്തുകൾ വായിക്കുമ്പോൾ ഈ കൊരിന്തിൽ ഉണ്ടായതായ പ്രശ്നങ്ങളെയും അവിടെ ഉണ്ടായിരുന്നതായ സമ്പദ് വ്യവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഈ കൊരിന്ത്യരുടെ സമ്പദ് വ്യവസ്ഥയും അതുപോലെ അവരുടെ ധാർമ്മിക മൂല്യങ്ങളും മതപരമായ ആചാരങ്ങളൊക്കെ എപ്രകാരമാണ് പൗലോസ് വിവരിച്ച് പറയുന്നത്? ഇവിടെ കൊരിന്ത് എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലം ഒരു ഗ്രീക്ക് പ്രവിശ്യയിലുള്ളതായിട്ടുള്ള സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ സമ്പദ് വ്യവസ്ഥ ഹൈ ആയിരുന്നു. കാരണം ആ ദേശമെന്ന് പറയുന്നത് ഒരു തുറമുഖ പട്ടണമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സമ്പദ് വ്യവസ്ഥ വാണിജ്യപരമായിട്ട് അവർ മുൻനിന്നിരുന്നു. അതുപോലെ സമ്പദ് വ്യവസ്ഥ ഏറ്റവും ശക്തമായിരുന്നു. എന്നാൽ അവരുടെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ മതപരമായിട്ട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് അവർ ചിന്തിച്ചിരുന്നത് ഈ ദേവദാസികൾ അവിചാരികളായിരിക്കുന്ന സ്ത്രീകളെ ക്ഷേത്രങ്ങളിൽ പാർപ്പിച്ചുകൊണ്ട് അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോന്നിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ ലോകപരമായ ജീവിതം നയിച്ചിരുന്നു. പ്രത്യേകിച്ച് തിരുവചന അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പലതും തെറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയും അവർ ആചരിച്ചു പോന്നിരുന്നു. ആ തെറ്റുകൾ അവർക്ക് ശരിയായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ആ മേഖലകളിലേക്കാണ് പൗലോസ് അപ്പോസ്തലൻ കടന്നു ചെല്ലുന്നതും ഈ ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത്. പാസ്റ്റർ സന്തോഷ്, അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ എന്ന് പറയുന്നത് യഹൂദന്മാർ ഡോമിനേറ്റ് ചെയ്തിരുന്നതായ ഒരു കാലഘട്ടം, റോമക്കാർ ആ യഹൂദന്മാരെ ഭരിച്ചിരുന്നതായ ഒരു കാലഘട്ടം. കർത്താവ് യേശു ക്രിസ്തു ഒരു വിമോചകനായി ജനിക്കുന്നു. ആ വിമോചകനെ പിന്തുടരുന്നതായ ഒരു വലിയ സമൂഹം, അവരെ എതിർക്കുന്നതായ ഭരണകർത്താക്കൾ, ഇങ്ങനെയുള്ളതായ ഒരു കാലഘട്ടത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം ഈ കൊരിന്തിൽ പ്രസംഗിക്കുന്നത്. അപ്പോൾ അന്നത്തെ ചുറ്റുപാടിലനുസരിച്ച് അപ്പോസ്തലനായ പൗലോസിന് ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വന്നു. അനേക വെല്ലുവിളികൾ താൻ നേരിട്ടതായിട്ട് തൻ്റെ പല ലേഖനങ്ങളിലും പറയുന്നതായിട്ടും കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് സമാനമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ഈ സമാനമായ അന്തരീക്ഷം അഥവാ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ കഴിയാത്തതായ ഒരവസ്ഥ, ഈ സാഹചര്യത്തിൽ നാം അവ എങ്ങനെ കൈകാര്യം ചെയ്യും? അഥവാ ക്രിസ്തുവിനെ നമുക്ക് ഇങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിലും എങ്ങനെയാണ് പ്രസംഗിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്? തീർച്ചയായും അത് വളരെ മനോഹരമായ ഒരു ചോദ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയിൽ അനുഭവിച്ച അതേ പ്രതിസന്ധികളാണ് ഇന്ന് നിലനിൽക്കുന്നത്. പാസ്റ്റർ മഹേഷ് നേരത്തെ പറഞ്ഞ കണക്കുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് മതപരമായ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഈ ലൈംഗികത എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകമായിട്ട് അവർ വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ്. ഇന്ന് ആണും തമ്മിൽ കല്യാണം കഴിക്കുക, അതുപോലെ തന്നെ LGBTQ അങ്ങനെയുള്ള കുറേ സംഘടനകൾ, സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ, അത് വേണ്ടെന്നല്ല, അത് വളരെയധികം തുരങ്കം വയ്ക്കുന്നത് കർത്താവ് സ്ഥാപിച്ച വിവാഹമെന്ന പരിശുദ്ധമായ കൂദാശയാണ്. അപ്പോൾ ഇത് ആ ഒരു കാലഘട്ടത്തിലും അങ്ങനെ ഒരു സമ്പ്രദായം നടന്നതുപോലെ തന്നെ ഇന്നും അത് നമുക്ക് വളരെ പ്രതിസന്ധികൾ നൽകുന്നതാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ, അന്ന് പൗലോസിൻ്റെ സമയത്ത് പറഞ്ഞു ഇവൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഇവൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പക്ഷം പിടിക്കുന്ന ഒരു രീതി, അത് ഇന്നും വ്യത്യസ്തമായ വിഭാഗങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതും സുവിശേഷത്തിന് തടസ്സം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ ലോകത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് ഇന്ന് സയൻസാണ് എല്ലാം കൊണ്ടുവന്നത് എന്നൊരു പഠിപ്പീരുണ്ട്. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ സുവിശേഷം പറയുന്നതിന് കർത്താവ് ദൈവമാണ് സകലവും സൃഷ്ടിച്ചതെന്നുള്ള ആ വചനത്തിനും എതിരായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ തലങ്ങളിലൂടെയാണ് അന്നത്തെ കാലത്തും സുവിശേഷം പ്രചരിപ്പിച്ചത്. ഇന്നും നമുക്ക് അതും ആ പ്രതിസന്ധികൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക അസഹിഷ്ണുത, അതിൽ സമ്പന്നത, ഈ സമ്പന്നതയും ഇന്ന് സുവിശേഷം പറയുന്നതിന് തടസ്സമായി നിൽക്കുന്നു. അതുപോലെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് നിയമങ്ങൾ കൊണ്ട് സുവിശേഷത്തെ തടസ്സം ചെയ്യുന്ന പ്രവണതകൾ, അതായത് ഒരു മെജോറിറ്റി പീപ്പിളിന് വേണ്ടി ഇന്ന് സുവിശേഷം നിങ്ങളിവിടെ പറയണ്ട എന്ന് കൃത്യമായിട്ടും പറയുന്ന സാമൂഹിക പീഡനങ്ങൾ, ഇത് കേൾക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകും. കാരണം അവരെല്ലാവരും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജീവിക്കുന്നത്. പാസ്റ്റർ, അപ്പോസ്തലനായ പൗലോസ് വളരെ എരിവോടുകൂടിയാണ് കൊരിന്ത്യ സഭയിലേക്ക് അല്ലെങ്കിൽ കൊരിന്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ കൊരിന്തിലുള്ളതായ പ്രവർത്തനം അത് ഫലവത്തായി തീർന്നു. എങ്ങനെയാണ്
നമുക്ക് പൗലൂസിൻ്റെ പ്രവർത്തനത്തെ ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷം നോക്കിക്കാണാൻ സാധിക്കുന്നത്? അപ്പോസ്തലനായ പൗലൂസിൻ്റെ കൊരിന്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യഹൂദന്മാർക്കിടയിൽ പൗലോസ് അപ്പോസ്തലന്റെ പ്രവർത്തനം ഫലവത്തായി തീർന്നില്ല എന്ന് നമ്മൾ മുന്നമേ തന്നെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം അവർ കർത്താവ് യേശുക്രിസ്തുവിനെ അംഗീകരിച്ചില്ല. അതുപോലെ പൗലോസ് അപ്പോസ്തലനിൽ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു ശ്രദ്ധ ചെലുത്തുവാൻ സാധിച്ചില്ല. എങ്കിൽ പൗലോസ് അപ്പോസ്തലന്റെ ജാതികൾക്കിടയിലുള്ളതായിട്ടുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും ഫലവത്തായി എന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു പള്ളിപ്രമാണി അദ്ദേഹം പൗലോസ് അപ്പോസ്തലനിൽ നിന്നും സുവിശേഷം സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും അദ്ദേഹം കുടുംബമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ വളരെ പല ഇടങ്ങളിലും നല്ല ഫലവത്തായി, എന്നാൽ പലരും ക്രിസ്തുവിനെ അംഗീകരിക്കാത്തത് കൊണ്ട് ഫലവത്തായി തീർന്നില്ല എന്ന് കാണുവാൻ സാധിക്കും. എന്നിരുന്നാലും പൗലൂസ് വിതച്ചതായ വിത്തുകളൊക്കെ പിൽക്കാലത്ത് മുളച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സന്തോഷ്, ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായി അപ്പോസ്തലനായ പൗലൂസ് പ്രസംഗിക്കുകയുണ്ടായി. ഈ പ്രസംഗിക്കുവാൻ തക്കോണം വന്നതായ ഒരു യുവ സുവിശേഷകൻ എന്ന നിലയ്ക്ക് തനിക്ക് അനേക പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ ദൈവം അപ്പോസ്തലനായ പൗലൂസിനെ ശക്തീകരിക്കുന്നതായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടും കാണുവാൻ തക്കോണം സാധിക്കും. എങ്ങനെയാണ് ഈ ദൈവം തന്നെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ തനിക്ക് ആത്മാവിൽ ശക്തിപ്പെടുവാൻ തക്കോണം സാധിച്ചത്? ഈ ഒരു സമയത്ത് നിരാശയുടെ പടുകുഴിയിലേക്ക് ആണ്ടുപോയ അപ്പോസ്തലനായ പൗലോസിന് ഈ ഒരു ദർശനം എന്ന് പറയുന്നത് വളരെ ഊർജം പകരുന്നതായിരുന്നു. കാരണം ഒരു സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് കൊരിന്തിയ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് ശക്തമായി വചനം പറയാമെന്നുള്ള പ്രത്യാശയോടുകൂടി പോയെങ്കിലും തിരിച്ചു കിട്ടിയതെല്ലാം പ്രതികൂലങ്ങളായിരുന്നു. പക്ഷേ അവിടെയും ആ ദൈവത്തിൻ്റെ ആ വലിയൊരു ദർശനം നടത്തിയെന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട എന്ന ഒരു വാക്ക് അപ്പോസ്തലനായ പൗലോസിനെ വളരെയധികം ശക്തിപ്പെടുത്തി എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മളായിരുന്നാലും ശരി, നമ്മളുടെ ഒരാൾ ഭയപ്പെടേണ്ട, നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ശക്തിയാണ്. സോ അതുപോലെ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസിനും ആ ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് പിന്നെ വളരെ ശക്തി പറയുന്നത്. അതുപോലെ തന്നെ മിണ്ടാതിരിക്കേണ്ട, ഇനി നിനക്ക് ഇനിയും പറയാനുണ്ട്, എനിക്കും അനേകം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാനുണ്ട് എന്നുള്ളൊരു വലിയ സന്ദേശം ദൈവത്തിൽ നിന്ന് കിട്ടുമ്പോൾ അത് വലിയ ഊർജ്ജമാണ് പകർന്നത്. പിന്നെ അങ്ങോട്ട് അപ്പോസ്തലനായ പൗലോസ് നോക്കുമ്പോൾ ഒരു വ്യത്യസ്തനായ പൗലോസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്ത് കഷ്ടം വന്നിരുന്നാലും ഞാൻ ഈ സുവിശേഷം പറയുമെന്നുള്ള ധൈര്യം അപ്പോസ്തലനായ പൗലോസിന് ലഭിച്ചു. അതുതന്നെയാണ് ഈ ഒരു വാക്യത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് അതുപോലെ തന്നെ സംരക്ഷണവും പ്രതിഫലവും എല്ലാം ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത്, വേറെ ആരിൽ നിന്നുമല്ല. ദൈവം, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ സുവിശേഷത്തിൽ പറയുന്നത് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം. അതെ, അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിന് അത് പറയുവാൻ തക്കവണ്ണം സാധിച്ചത്. അപ്പോൾ പാസ്റ്റർ, എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്നത്? അപ്പോസ്തലനായ പൗലൂസിൻ്റെ ഒരു നേച്ചർ അല്ലെങ്കിൽ ജീവിതചര്യ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തലനായി തീർന്നതിന് ശേഷം അപ്പോസ്തലന് സഭയോട് വലിയ എരിവുള്ളതായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, മുന്നിലത്തെ പാഠങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ പ്രത്യേകിച്ച് കൊലോസ്യർക്കും ഫിലിപ്പിയർക്കും ലേഖനങ്ങൾ എഴുതിയത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പൗലോസ് അപ്പോസ്തലനാണ് ഈ സഭകളൊക്കെയും സ്ഥാപിച്ചത് എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോസ്തലൻ ആ സഭകൾ സ്ഥാപിച്ചതിന് ശേഷം അപ്പോസ്തലൻ മറ്റൊരിടത്തേക്ക് പോയി കഴിഞ്ഞാലും ഈ സഭകളിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എരിവുള്ളതായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അതുകൊണ്ട് തന്നെ അപ്പോസ്തലൻ എപ്പോഴും ആ സഭയുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ആ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറുന്നതായിട്ടുള്ള അനാചാരങ്ങളും അധാർമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും പൗലോസ് അപ്പോസ്തലൻ്റെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തീർച്ചയായിട്ടും അതിനുവേണ്ടി ലേഖനങ്ങൾ എഴുതുക എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ തന്നെ കാണുവാൻ സാധിക്കും. അതുപോലെ കൊരിന്ത്യ സഭയിലും നിലനിന്നിരുന്നതായിട്ടുള്ള ചില തെറ്റായ ആചാരങ്ങൾ, അവർ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുകയും അതുപോലെ സംസ്കാരത്തെ മുറുകെ പിടിക്കുകയും തെറ്റായിട്ടുള്ള ദുർനടപ്പ്, അതുപോലെ ഭിന്നത, ഇതുപോലുള്ളതായിട്ടുള്ള പല കാര്യങ്ങളും ഈ കൊരിന്ത്യ സഭയിലേക്ക് നുഴഞ്ഞു കയറിയപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അതിനെതിരെ അവർ എല്ലാവരും വിശുദ്ധരായി തീരുന്നതിനും ദൈവരാജ്യം അവകാശമാക്കുന്നതിനും വേണ്ടി സമൂഹത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഉണ്ടാകുന്നതിനും വേണ്ടി പൗലോസ് അപ്പോസ്തലന് ഉൾക്കാഴ്ച ഉള്ളതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള ഈ അനാചാരങ്ങൾക്കെതിരെ
ശക്തമായി ആഞ്ഞടിക്കുന്നതിന് വേണ്ടിയാണ് തൻ്റെ ലേഖനത്തിലൂടെ അല്ലെങ്കിൽ തൻ്റെ കത്തുകളിലൂടെ അവരെ ശക്തിപ്പെടുത്തുന്നതിന്, ക്രിസ്തുവിന് ആദായം പെടുന്നതിന് വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കത്തുകളൊക്കെയും അവർക്ക് എഴുതിയത്. പ്രത്യേകിച്ച് പൗലോസിൻ്റെ എഴുത്തുകളെ ആധാരമാക്കി നമ്മുടെ പാഠത്തിൽ കൊടുത്തിരിക്കുന്നതായ ഭാഗങ്ങളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ സഭയ്ക്കുള്ളിലുള്ളതായ വിഘടനം, സഭാവിശ്വാസികൾക്കെതിരെ പോകുന്നതായ കേസുകൾ, അതുപോലെ അധാർമികത, ലൈംഗിക ചൂഷണങ്ങൾ, ഒരുമയില്ലായ്മ, ഇങ്ങനെയുള്ളതായ അനേക പ്രശ്നങ്ങളെ അപ്പോസ്തലനായ പൗലൂസ് കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ കൊരിന്ത്യ ലേഖനത്തിൽ. പൗലൂസിൻ്റെ ആശയങ്ങൾ ഇന്നും ക്രൈസ്തവ സഭയ്ക്ക് എപ്രകാരമാണ് സഭയെ നയിച്ചു കൊണ്ട് പോകേണ്ടത് എന്നുള്ളതായ ഒരു മാർഗരേഖ തരുന്നതായ ഒരു അടിസ്ഥാന പുസ്തകം കൂടെയാണ്. പാസ്റ്റർ സന്തോഷ്, എപ്രകാരമാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കാൻ കാരണമായി തീരുന്നത്? ഈ സാർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇതിന് ആധാരമാണ്. അതായത് ഒന്ന്, ലൈംഗിക ചൂഷണങ്ങൾ എന്ന് പറയുന്നത് അത് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു. അപ്പോസ്തലൻ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. അതുപോലെ തന്നെ ഭിന്നിപ്പിക്കുന്ന ഗ്രൂപ്പുകൾ, അത് ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത കുറച്ച് കാര്യങ്ങളാണ്. അവിടെയും ഇത് തന്നെയാണ്. അവരുടെ ജ്ഞാനത്തെ വളർത്തുവാൻ വേണ്ടി, ജ്ഞാനത്തെ ഉയർത്തി കാണിക്കുവാൻ വേണ്ടി ഓരോ ഗ്രൂപ്പുകളായിട്ട് അവർ തിരിഞ്ഞു പോകുന്ന ഒരു സന്ദർഭം. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിശ്വാസമില്ലായ്മ, അതും അവരുടെ സംസ്കാരത്തിൽ ആ ഒരു ഭാഗമായിരുന്നു. അതുപോലെ തന്നെ സമ്പന്നന് പ്രത്യേക സ്ഥാനം, ദരിദ്രന് വേറെ സ്ഥാനം, അങ്ങനെ സാമ്പത്തിക അസമത്വം അവിടെ നിലനിന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എല്ലാവരും ഒന്നാണെന്നുള്ള പാഠം അവിടെ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുകയാണ്. കൊരിന്ത്യ സഭയിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഒരു വിഭാഗീയത നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അവിടെ ഒരു വ്യത്യസ്തമായ തലത്തിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് അപ്പോസ്തലൻ അവിടെ ചെല്ലുകയും അവിടെ ഏകതയെക്കുറിച്ച് സംസാരിക്കുകയും ക്രിസ്തുവിൽ നിങ്ങളെല്ലാം ഒന്നിക്കണമെന്ന് പറയുകയും ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ ആത്മീയ ദാനങ്ങളുടെ ദുരുപയോഗങ്ങൾ, ദൈവം നൽകുന്ന ദാനങ്ങളുടെ ദുരുപയോഗം വളരെ വളരെ ശക്തമായ രീതിയിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള ആൾക്കാർക്ക്, വ്യത്യസ്തമായ ചിന്താഗതിയിലുള്ള ആൾക്കാരെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ടാസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ അത് അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായിട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ ലേഖനങ്ങൾ പ്രത്യേകിച്ച് നാം ഈ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ പച്ചയായി അത് ഇന്നത്തെ തലമുറയോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. കാരണം അന്ന് നിലനിന്നിരുന്നതായ സമാനമായ പ്രശ്നങ്ങൾ ഇന്ന് സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തുമുണ്ട്. ഇതിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല എന്നതാണ്. അതെ. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു വരുന്നത് വരെയും ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കും. അത് നാം തരണം ചെയ്യണം. ഇവ തരണം ചെയ്യുന്നതിലാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ മുന്നേറ്റം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്തതായി നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നമുക്ക് പാസ്റ്റർ മഹേഷുമായിട്ട് ചുരുക്കമായി പ്രാർത്ഥിക്കും. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയൻ കർത്താവ് ഇവിടെ ആയിരുന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം, പ്രത്യേകിച്ച് കർത്താവ് പൗലോസ് അപ്പോസ്തലനിലൂടെ അവിടെ നിന്ന് നൽകിയിരിക്കുന്നതായിട്ടുള്ള ഈ കൊരിന്ത്യ ലേഖനത്തിൽ അടിയങ്ങളുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ അടിയങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ അതൊക്കെയും പഠിക്കുവാൻ എൻ്റെ ദൈവം ഇടയാക്കുന്ന എല്ലാ കബോൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അത് കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിലും ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും സഭയ്ക്കും ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുവാൻ അവിടെ ഇടപെടണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത ദൈവം ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സഭ ദൈവത്താൽ നയിക്കപ്പെടുന്നതായ ഒരു വലിയ പ്രസ്ഥാനമാണ്. അതിൽ വ്യക്തിത്വങ്ങൾക്കല്ല, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനും ദൈവത്തിൻ്റെ നടത്തിപ്പിനുമാണ് പ്രാധാന്യം നൽകേണ്ടത്. ദൈവത്തോടു കൂടെ നടക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ അന്ത്യം വരെയും നടത്തും. അതിനായി ദൈവം നമ്മെ സഹായിക്കും.